ഇതെല്ലാം പരീക്ഷിച്ചിട്ട് ഒരു 10-12 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ് നമ്മള്. നമ്മക്കറിയാം ഇത് എന്ത് ചെയ്താലും മാറത്തില്ല. ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെയിൻ കില്ലർ എടുക്കാന്നുള്ളതാ. അതിനൊരു പരിധിയുണ്ട്. അത് തിന്ന് 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 കിഡ്നിയൊക്കെ അവിടെ ഉണ്ടോ ആവോ ദൈവത്തിനെ അറിയാൻ പാടുള്ളൂ. എന്നാലും ഞാൻ പറയട്ടെ, ഈ അടങ്ങി ഒതുങ്ങി മൈഗ്രെയിൻ ആയിട്ട് എവിടെയും കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ദയവ് ചെയ്ത് വെറുതെ വിട്ടേക്കുക. സ്വസ്ഥമായിട്ട് കിടക്കെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഈ പുച്ഛിക്കുന്ന ആൾക്കാരില്ലേ, ഞാൻ പറയാം ഒരു ദിവസം പോലും ഈ മൈഗ്രെയിൻ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രശ്നമായിരിക്കും, അത്രയ്ക്ക് പ്രശ്നം. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക്, ഉറങ്ങാൻ വരില്ല, ഉറക്കം വരില്ല, ഉറങ്ങാൻ പറ്റൂല. പിന്നെ എന്താ പറയാ, നല്ല വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റില്ല, വെയിലത്തിറങ്ങി നടക്കാൻ പറ്റില്ല, മുടി ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റില്ല. മഴ കൊണ്ടാ പ്രശ്നം, വെയിൽ കൊണ്ടാ പ്രശ്നം, സൗണ്ട് കേട്ടാ പ്രശ്നം, ദൂരത്ത് പോയാ പ്രശ്നം, AC-യിലെ കാറിനകത്ത് അങ്ങനെയൊക്കെ കയറിയ അതിന്റെ സ്മെല്ലിന്റെ പ്രശ്നം. എന്ന് ഒന്നും വേണ്ട, എന്ത് ചെയ്താലും പ്രശ്നമായിരിക്കും. ഒരു ദിവസം ഒന്ന് എല്ലാം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാന്ന് വെച്ചാൽ കുറച്ചൊന്ന് സ്ട്രെസ്സായി ആ പൊടിയൊക്കെ അടിച്ച് ഈ വെളിച്ചമൊക്കെ തട്ടുമ്പോഴേക്ക് എന്നെ പ്രശ്നം വരും. പുറത്തോട്ടൊന്ന് ഇറങ്ങി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാന്ന് വെച്ചാൽ അപ്പോഴേക്കും ചെറിയൊരു ലൈറ്റ് അല്ലെ ഒരു വെയിലുള്ള ടൈമായാൽ മതി, തുടങ്ങും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രതിമ വെച്ച പോലെ ഒരിടത്ത് ഇരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഈ പണ്ടാരം കൊണ്ട് സത്യം എനിക്ക് ചില സമയത്ത് തോന്നും തല തച്ചങ്ങ് പൊളിച്ചാലോ എന്ന്. അത്രയെങ്കിലും സ്വൈര്യം കിട്ടുമല്ലോ എന്ന് അങ്ങനെ വരെ ചിന്തിച്ചു പോകും. അമ്മാതിരി വേദനയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിലും പുച്ഛിക്കരുത് പ്ലീസ്. ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കുറെ കാലമായിട്ട് വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നില്ല, നല്ല വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതിനൊക്കെ ഉള്ള കാരണമായിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് ഈ കേസ് കോടതി പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ അത് എന്താണെന്നാണ് ഞാൻ പറയാൻ വന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തുടക്കം തന്നെ ഞാൻ അത് പറയട്ടെ. എന്റെ പേര് ദിബിഷ, ചാനലിന്റെ പേരാണ് ദിബിഷ റെനിൽ. റെനിൽ എന്റെ ഹസ്ബൻഡ് ആണ്. അപ്പൊ 12 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 2 മക്കളുണ്ട്. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരാള് ആൽവിൻ, 2ാം ക്ലാസ് പഠിക്കുന്നു അൻവിൻ. അപ്പം ഈ കൊച്ചു കുടുംബമാണ് ഞങ്ങളത്. അപ്പൊ ഒരു 4 വർഷം മുമ്പ് ഞങ്ങള് പുതിയൊരു വീടൊക്കെ എടുത്ത്, ഒരു കുഞ്ഞു വീടൊക്കെ എടുത്ത് നമ്മള് വീട്ടിൽ കൂടലൊക്കെ നടത്തി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ബാങ്ക് ലോണും കുറിയും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നത്, എല്ലാ സാധാരണക്കാരെ പോലെ തന്നെ. അപ്പൊ അതിന്റെ കുറച്ച് കടബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ വീണ്ടും ഗൾഫിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടൻ ഗൾഫിലായിരുന്നു. അവിടുന്ന് പിന്നെ തിരിച്ചു പോന്നിട്ടുള്ളതാണ്. ചെറിയ മോന് വയ്യാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചൊന്നും പോയില്ല. പിന്നെ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ ഒരു വർഷം മുന്നേ ആണ് പോയിട്ടുള്ളത്. അപ്പം ഈ കഴിഞ്ഞ വട്ടം പോയ സമയത്ത് റിലേറ്റീവ് ഞങ്ങൾക്ക്, പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നൊന്നുമില്ല, ആരെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ടും 12 വർഷമായിട്ടും അയാള് എന്നോട് കാണിക്കുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 1-2 പേരേ ഉള്ളൂ കേട്ടോ അങ്ങനെ. ബാക്കിയുള്ളവര് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് എല്ലാവരും നല്ലോണം തന്നെ പോകുന്നതാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികമായിട്ടുള്ള, അവർക്ക് ഇഷ്ടമല്ലാതെ ലവ് മാരേജും ആണ്. പിന്നെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഏട്ടൻ എന്നെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ച സമയത്ത്. സാമ്പത്തികം ഒന്നും നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ഭയങ്കര വൈരാഗ്യമാണ് എന്നോട് കാണിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഭയങ്കര മോശമായിട്ട് എന്നോട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു പ്രശ്നത്തിനും ഇന്നേ വരെ പോയിട്ടുമില്ല. എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പം അത് പറഞ്ഞിട്ട് വരെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒക്കെ ഒഴിവാക്കി വിട്ടിട്ടേ ഉള്ളൂ, എന്ന റിലേറ്റീവ്സ് ആണല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ അങ്ങനെ തിരിച്ചൊന്നും പറയാനോ നമ്മളങ്ങനെ പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യത്തിന് ഈ സെയിം ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവരോട് ഞാൻ പ്രതികരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ വട്ടം ചേട്ടൻ പോയിട്ടുള്ള സമയത്ത്, ഗൾഫിൽ പോയിട്ടുള്ള സമയത്ത് 4 മാസം ആയിട്ടേ ഉള്ളൂ പോയിട്ട്. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നും. നമ്മൾ ഫാമിലി ഒക്കെ വിട്ട് നിൽക്കുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിഷമമുള്ള ഒരു സമയമായിരിക്കും. ആരും ഇഷ്ടം കൊണ്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടുകൊണ്ടും തന്നെ പോകുന്നവരായിരിക്കും 99% ആളുകളും. അപ്പൊ വീടൊക്കെ വിട്ട് നിൽക്കുന്ന ആൾക്കാരെ വെച്ചാൽ അത്രയും വിഷമം ഉണ്ടാവും.
അപ്പം ഈ ഏട്ടൻ പോയ സമയത്ത് ഇയാള് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ആള് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെപ്പറ്റി ഭയങ്കര മോശമായിട്ടെന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത അത്ര വൃത്തികെട്ട രീതിയിൽ ഇയാള് എന്നെപ്പറ്റി ഓരോന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തു ഏട്ടനോട്. എന്നിട്ട് ഏട്ടനോട് വേഗം തിരിച്ചു വരാനും പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് എന്നെ ഡിവോഴ്സ് ചെയ്തേക്കാൻ, ഞാൻ മോശമാണ്, എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കാൻ എന്നാണ് ഇയാള് പറഞ്ഞതിന്റെ ചുരുക്കം. എന്താണ് ഇതിന്റെ പിറകിൽ ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇയാൾക്ക് എന്താണ് കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ്. അതെനിക്ക് ശരിക്കും കല്യാണം കഴിഞ്ഞ തൊട്ടേ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അത് മനസ്സിലായിട്ടുള്ള ഒരു സമയം കൂടെയാണ്. അത് മനസ്സിലാക്കി തന്നതിന് ഇയാളോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇത്രയും മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടും ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നാട്ടിലൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, അയാൾ അവിടുന്ന് പറയട്ടെ, നമുക്ക് നമ്മളെ അറിയാലോ എന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏട്ടൻ വേറെ ഒരു മോശമായിട്ട് എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് നന്ദിയുണ്ട് ഏട്ടനോട്. ഏട്ടൻ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ നേരിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടില്ല. താങ്ക്സ് ഏട്ടാ, എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കി വെച്ചതിന്. അപ്പൊ അതിനെനിക്ക് ഇയാളോട് നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് ചീപ്പായിട്ടാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ അറിയാലോ, ഹസ്ബൻഡ് ഗൾഫിലാവുന്ന സമയത്ത് വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ അച്ഛനും അമ്മയാണ് ഉള്ളത്, പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. എനിക്ക് വണ്ടിയുണ്ട്. അപ്പൊ ഞാൻ പുറത്ത് പോകുന്നതും വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കുന്നതും മക്കളെ ഹോസ്പിറ്റൽ കേസ്, സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ രാത്രി ലേറ്റ് ആവും, മക്കളെ കാണിച്ചിട്ടൊക്കെ വരാനൊക്കെ നല്ല ലേറ്റ് ആവും. അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിലൊന്നും ഈ പറയുന്ന റിലേറ്റീവ്സ് ആരും ഞങ്ങൾ കൂടെ വരണോ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ആരും വരില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പം അത് പറഞ്ഞ് കുത്തി മുറിപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. അനുഭവം കൊണ്ട് പറയാണ് കേട്ടോ. എത്ര അടുത്ത് നമുക്ക് എത്ര റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സഹായത്തിന് ആരും ഉണ്ടാവില്ല. പക്ഷെ ഉപദ്രവിക്കാൻ കാലത്ത് ഒരുപാട് പേരുണ്ടാവും. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞെന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു, ഇങ്ങനൊരു കേസ് നമുക്ക് FIR ചെയ്യാനുള്ള വകുപ്പില്ല, ക്രിമിനൽ കേസാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ FIR ആയിട്ട് വരുന്നത്. ഇങ്ങനെ സിവിൽ കേസ്, നമ്മൾ ഈ മാനനഷ്ടം അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒരു വക്കീലിനെ പോയി കാണുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ വക്കീല് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇയാളെ വോയിസ്, ഇയാൾ പറഞ്ഞിട്ടുള്ള, നാട്ടിൽ ഇയാൾ പറഞ്ഞു നടന്നിട്ടുള്ള ആളുകള് കുറെ എന്നെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞു തന്നു. ഇയാൾ ഇങ്ങനെ പറഞ്ഞ തെളിവുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വക്കീലിന്റെ അടുത്ത് കൊടുത്തു. വക്കീൽ പറഞ്ഞു ഓക്കെ, നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. അയാൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസിന് അയാൾ മറുപടി അയച്ചു. അയാൾ മറുപടി അയച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഞാൻ മനഃപൂർവ്വം അയാളെ ചുമ്മാതെ ഓരോന്ന് പറഞ്ഞ് കേസിൽ കുടുക്കിയിരിക്കുകയാണെന്നാണ് അയാൾ വക്കീൽ നോട്ടീസിൽ അയച്ചിരിക്കുന്നത്. അയാൾക്ക് പേടിയൊന്നുമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാനായിരിക്കും പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ ഫയൽ ചെയ്ത സമയത്ത് ഇയാൾ ഭയങ്കര പ്രശ്നമാക്കി. ഇയാളുടെ ഫാമിലി തകരും, ഇയാൾക്ക് കുട്ടികളുണ്ട്, ഇയാളുടെ കുട്ടികളുടെ ഭാവി, ഇതൊന്നും ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര പ്രശ്നം, ഇയാൾക്ക് മാനസിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബാക്കി റിലേറ്റീവ്സ് ഒക്കെ എന്നെ വിമർശിക്കാൻ തുടങ്ങി. അവൾ എന്തിനാ അത് ചെയ്തു, അയാളുടെ ജീവിതം നോക്കണ്ട, അയാളുടെ കുട്ടികളുടെ കാര്യം നോക്കണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്, അവര് വളർന്ന് ഈ നാട്ടിലേക്ക് തന്നെയാണ് ഇറങ്ങണ്ടതെന്നും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും എന്നെ കുറിച്ച് ഇയാൾ ഇത്ര മോശമായിട്ട് പറഞ്ഞിട്ട് അത് എന്താ മോളെ എന്ന് പോലും ആരും എന്നോട് ചോദിച്ചില്ല. ഏട്ടന്റെ ഒരു റിലേറ്റീവ്സ് പോലും, ഒറ്റ ആള് പോലും എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് കാര്യമെന്നോ എന്താ സംഭവിച്ചതെന്നോ ചോദിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എല്ലാവരും എൻ്റെ അടുത്ത് വിട്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഒരാൾ പോലും എന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എന്നെ എന്തോ ഒരുമാതിരി ഭീകരജീവിയെ കാണുന്ന പോലെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആരോടും ഞാനൊരു പരാതിയും പറയാൻ പോയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്യാത്തിടത്തോളം ഞാനത് തെളിയിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം. പിന്നെ എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ കേസിന്റെ വഴിക്ക് പോകുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ഇപ്പൊ ഞാൻ ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ കോടതിന്റെ വഴിക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇയാളുടെ ഭീഷണി ഭയന്നിട്ടോ ഈ റിലേറ്റീവ്സിന്റെ ഇത് കേട്ടിട്ടോ ഒന്നുമല്ല. ഒറ്റൊരു കാര്യം, ഈ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ മക്കൾ നാളെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. അതെനിക്കറിയാം. അവരുടെ അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് കേൾക്കുമ്പം
മക്കളെ മനസ്സിനെ അത് വല്ലാണ്ട് ബാധിക്കും. നമ്മളത് എങ്ങനെയൊക്കെ മായ്ച്ച് കളയാൻ നോക്കിയാലും അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ ഒരു ഞാനിപ്പോ കേസിന്റെ വഴിക്ക് പോയാൽ ഒന്നും അറിയാത്ത 2 കുട്ടികൾ അയാൾക്കുണ്ട്. ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത 2 കുട്ടികൾ, ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് വന്ന 2 മക്കൾ അയാൾക്കുണ്ട്. അവർക്കൊരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ കേസ് പിൻവലിച്ചത്. അല്ലാതെ അയാളുടെ ഭീഷണിക്ക് ഭയന്നിട്ടോ റിലേറ്റീവ്സിന്റെ കാര്യങ്ങൾ കേട്ടിട്ടോ ഒന്നുമല്ല. ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ മക്കളെ പോലെ ആ മക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ കേസ് തൽക്കാലത്തേക്ക് പിൻവലിച്ചതാണ്. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ലൈഫിൽ വന്നിട്ടുള്ള ഈ വയസ്സിനിടയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ എല്ലാവരും എന്നോട് അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണ്ടേ മക്കളില്ലേ ചോദിച്ച സമയത്ത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഈ ഒരു പെട്ടെന്ന് കേട്ട സമയത്ത്. പക്ഷെ മക്കളെ എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും, ഇത്രയും ആൾക്കാരുടെ നടുക്ക് ഞാനില്ലെങ്കിൽ എങ്ങനെ വളരും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഞാൻ പിന്മാറിയത്. അപ്പം എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കുട്ടികളുടെ വിഷമം മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ തെറ്റുകൾ മുഴുവൻ ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. നമുക്ക് ആളുകളെയൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം ദൈവം തന്നതായിരിക്കും. അതിനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പം ഇനി ഈ വീഡിയോ കണ്ടതിന്റെ പേരിൽ അടുത്ത പ്രശ്നം എന്താ വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ മുതൽ നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരും. നമ്മളെ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രയേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി കേട്ടോ, ഒരു 1 വീക്കിൻ്റെ അടുത്തായി. പക്ഷെ അത് വൈറലായിട്ടുണ്ട്, 1 മില്യൺ ഒക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുഞ്ഞു ചാനലാണ്. ആ ഒരു ചാനലിൽ 1 മില്യൺ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ചീത്ത കേട്ടോ കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ചീത്ത കേട്ടെന്ന് പറയാന്ന് വെച്ചാൽ ചീത്ത കേട്ടതിന് എനിക്ക് വിഷമമില്ല. അപ്പം എന്തായാലും 2 സൈഡും പറയുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം ഏതായിരുന്നു വീഡിയോ എന്ന് വെച്ചാൽ, വീഡിയോ ഇതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 20 മില്യൺ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 20 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4-3-7 ആൾ കാണുന്നൊരു ചാനലാണ് നമ്മുടേതല്ല, എൻ്റേത്. അപ്പോൾ അതിനകത്ത് 20 മില്യൺ ഒക്കെ കടന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഓണത്തിൻ്റെ അന്ന് എല്ലാ വർഷത്തെയും പോലെ ഞാനും പിന്നെ ഈ വീണിട്ടുള്ള ആദ്യം ആൾ പറയട്ടെ കേട്ടോ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെയാണ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്തൊക്കെ പറയണം എന്നൊരു ഐഡിയ എനിക്കില്ല. അപ്പം അങ്ങനെ അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഈ വീണിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അനിയത്തി കുട്ടിയാണ്. എൻ്റെ അത്ര ഏജൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് 22 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തും പോകുന്നത്. അവളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുംബൈയിലാണ്. അപ്പോൾ വെർജിൻ എയർലൈൻസിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അവൾ ലീവിന് വന്ന സമയത്ത്, വെറും 15 ദിവസത്തെ ലീവിന് വന്ന സമയത്ത്, ലീവിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പോകുന്നതൊക്കെ. അപ്പം ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ 2 പേരും കൂടെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളിവിടെ അടുത്തുള്ള ആതകശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് ആദ്യം തീരുമാനിച്ചതാണ്. എന്ന് വെച്ച് ഇങ്ങനെ വൈറലാവാൻ മാത്രമുള്ള വീഡിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓണത്തിന് സ്റ്റാറ്റസ് വെക്കാനും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ 1-2 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ കുളത്തിനടുത്ത്, അമ്പലക്കുളം ഉണ്ടാവുമല്ലോ, അതിനടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവൾ പറഞ്ഞു, നമുക്ക് കുളത്തിലിറങ്ങി കാലൊന്ന് കഴുകി കയറി വരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കൊരു സ്ലോമോ ഒക്കെ കൊടുത്തിട്ട് സോങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്.
അങ്ങനെ ഇത് പറഞ്ഞ് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് കാല് നനച്ചിട്ട് തിരിച്ച് വരുന്ന, കാല് നനച്ച് അല്ലെങ്കിൽ കൈ നനച്ചിട്ട് തിരിച്ച് വരുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് വീണ സമയത്ത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു അതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വീണപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഈ ഫോണിലേക്ക് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മാറി ക്യാമറയിൽ നിന്ന് കണ്ണെടുത്ത് കുളത്തിലേക്ക് നോക്കുമ്പോൾ ഇവൾ വീണിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി ചെന്ന് കൈ പിടിക്കുകയും ചെയ്തു. കൈ പിടിച്ചില്ല, കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞ് ഫുള്ള് ചുറ്റും ആളുണ്ട്. അപ്പോൾ ആരും കാണാത്ത ഒരാൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ജസ്റ്റ് മിസ്സാണ്, തലയൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും സംഭവിക്കേണ്ട വീഴ്ച തന്നെയാണ്. പക്ഷേ ദൈവം സഹായിച്ചതുകൊണ്ടായിരിക്കും ഒന്നും പറ്റിയില്ല കേട്ടോ, ഒന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ വേദനിച്ച് ചെറിയൊരു വേദന, വീണപ്പോഴുള്ള ആ ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല. ഞാൻ കുറേ ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകണമൊക്കെ ചോദിച്ചു, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ നമുക്കിതിൽ കമൻസ് വരുന്നത് ആ കുട്ടി, ഞാൻ കുറേ കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തു. കുറേ ചീത്ത കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കും. ചീത്ത കമൻസ് എന്ന് പറഞ്ഞാൽ തെറിയൊന്നുമല്ല, നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഈ ലൈക്കിന് വേണ്ടി ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ലൈക്കിനും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കുളത്ത് പോയി ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ആ ഒരു വേഷത്തിൽ സെറ്റ് മുണ്ടൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇത്രയും ആൾക്കാരുള്ള തിരുവോണത്തിൻ്റെ അന്നെന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ആ ഒരു സമയത്ത് കുളത്ത് പോയി ചാടുക എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്നില്ല. പിന്നെ പറയുന്നവർ പറയട്ടെ. പിന്നെ ഞാൻ പറയാം, ഇതിലൊരു 99% ആൾക്കാർ നല്ല സപ്പോർട്ട് എന്നല്ല, ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മളെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും പറ്റിയുള്ളതുപോലത്തെ കമൻസാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിക്കണം, എന്തെങ്കിലും പറ്റിയോ, പാവണ്ടോ, എനിക്ക് ചിരിയല്ല വന്നത്, ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കി, ഇൻസ്റ്റഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയച്ചവരും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പറ്റിയോ, എന്താ സംഭവിച്ചത്, ആ കുട്ടി എവിടെ, കുട്ടി ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല, ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി, പോൺ ഡ്യൂട്ടിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, അവർക്കൊന്നും പറ്റിയിട്ടില്ല, ഒരു കുഴപ്പമില്ലാന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നെഗറ്റീവ് ഇടുന്നവർ, വ്യൂവിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറയുന്നവർ കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നവർ ഓക്കെ, ഞാൻ അവളെ പിടിച്ചു കുളത്തിൻ്റെ അടുത്ത് വെച്ചു തള്ളി കുളത്തിലിട്ടു, അങ്ങനെ വിചാരിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും വ്യൂവേഴ്സ് നമുക്ക് കിട്ടിയതിൽ യൂട്യൂബിൽ 1.5 മില്യൻ്റെ അടുത്തെങ്ങാണ്ടും ആയി, ഇൻസ്റ്റഗ്രാമിൽ 20 മില്യൺ കടന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത്രയും വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനും ഒക്കെ നന്ദി. പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടല്ല, എങ്ങനെ അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അത്ര കറക്റ്റായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ ആ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത വീഡിയോ അതങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കറിയാമായിരുന്നു വീഴുമെന്ന്, എന്നിട്ട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ അനിയത്തിയാണ്, അപ്പോൾ അങ്ങനെ ചെയ്യില്ല എന്നല്ലേ, ആരും ചെയ്യില്ല, ഞാനും ചെയ്യില്ല, അത്രേ എനിക്കറിയുള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് അങ്ങനെ വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എന്താ പറഞ്ഞു തന്നത്, അയ്യോ മറന്നു. അപ്പം കുറേ നമുക്ക് ആ വീഡിയോ കുറേ വ്യൂവേഴ്സ് ലൈക്കൊക്കെ കിട്ടി, ഒബ്വിയസ്ലി നല്ല സന്തോഷമാണ്, അത്രയും വ്യൂ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ പറയുന്നുണ്ട് ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീനോട് ചോദിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്തതെന്ന്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാനല്ല, അവൾ തന്നെയാണ്, അവളുടെ ഇഷ്ടത്തിനാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെയെങ്കിലും എൻ്റെ നാലാൾ അറിഞ്ഞില്ല, തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പ്രൈവറ്റാക്കി വെക്കേണ്ടിയിരുന്ന ഒരു വീഡിയോ പബ്ലിക്കാക്കി വ്യൂവും ലൈക്കും ഒക്കെ വാരിക്കൂട്ടി അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, ഒരു കുഴപ്പമില്ല. അപ്പം കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല ചോദിക്കുന്നവരോട്, ഒക്കെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവളെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തേനെ, വീഡിയോ കോളെങ്കിലും ചെയ്തേനെ. അപ്പം കുറച്ചാക്കെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലാണ്ട് അത് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ അല്ല, അറിഞ്ഞുകൊണ്ട് കുളത്തിൽ തള്ളിയിട്ടതല്ല. അപ്പം നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുടി കളർ ചെയ്യാൻ പോവാണ് കേട്ടോ. സ്ട്രേക്സിൻ്റെ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഹൈലൈറ്റിംഗ് കിറ്റാണ്. കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ കാപ്പിച്ചീനോ ബ്രൗൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്താവും എന്നൊന്നും അറിയില്ല, കുളമായ വീട്ടിൽ നിന്ന് പുറത്താക്കും, അത് ഉറപ്പ്. ഇതിൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. നമ്മൾ ഫോയിൽ പേപ്പർ വരെ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ വരുന്നൊരു കിറ്റാണ്. ഫോണൊന്ന് താഴെ വീണ് പോയതിനു ശേഷം ഇപ്പം ക്യാമറേൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ, എന്നെ കാണുന്നുണ്ടോ ആവും. മുടി ഒന്ന് ലെയർ കട്ട് അടിച്ചപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ എനിക്ക് ഈ ഭ്രാന്ത്.
കളർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ സാധനം ഓർഡർ ചെയ്ത് കൈ കിട്ടുന്ന അന്ന് വരെ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഇതൊന്ന് കൈ കിട്ടിയ അപ്പം തന്നെ കളർ ചെയ്തേക്കാന്നുള്ളൊരവസ്ഥയിലായിരുന്നു. പക്ഷേ കൈ കിട്ടിയപ്പോൾ എന്തോ ഒരു ടെൻഷൻ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കുളവാക്കോ എന്നുള്ള ചെറിയൊരു ഇനിയിപ്പോൾ എന്താവട്ടെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഈ തേങ്ങയും മാങ്ങയും ഒക്കെ കൂടെ പെറുക്കിയെടുത്ത് ഞാൻ കളർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ കളറ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, അവസാനം വരെ കാണണേ. അപ്പം നമുക്ക് മസ്റ്റായിട്ട് ഇതിനകത്തൊരു ഗ്ലൗസ് വരുന്നുണ്ട്, അതാദ്യം തന്നെ എടുത്തിടുക. ഇതിനിടയ്ക്ക് എൻ്റെ കോപ്രായങ്ങളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ടത്, ഷോർട്ട് വീഡിയോ മാത്രമായിട്ടിടണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോ കൂടെ ഇടണമെന്ന് തോന്നി. അതിനുവേണ്ടി ഇനി വീണ്ടും കളർ ചെയ്തൊരു വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. അപ്പം എൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ്. ഈ ബ്ലോണ്ട് ഐ പൗഡർ പൊട്ടിച്ച സമയത്ത് ഭയങ്കര സ്മെല്ല് കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. ഈ കെമിക്കലിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ബൗളിലേക്ക് ഗ്ലാസ് ബൗളൊക്കെ ഞാൻ ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കാകെ 4, 3, 7 മുടിയുള്ളൂ, അതുകൊണ്ട് ഇത് മൊത്തം എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അളവനുസരിച്ച് രണ്ടും സെയിം ആയിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ ഒരുപാട് മുടിയുള്ള ആളാണെങ്കിൽ ഇതിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്ലോണ്ട് ഐ പൗഡറും ഡെവലപ്പറും മിക്സ് ചെയ്യാന്നുള്ള മുഴുവൻ എടുത്തിട്ട് ഒറ്റയടിക്ക് മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അളവും കാര്യങ്ങളും ഒന്നും നോക്കേണ്ടതില്ല, അത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു പർപ്പിൾ കളറായിട്ട് വരും. ആ കളർ കണ്ടതിൻ്റെ ചിരിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് എവിടേക്കാണോ കളർ ചെയ്യേണ്ടതെന്നൊരു ബോധം ഉണ്ടായിരിക്കുമല്ലോ ആദ്യമേ. അപ്പം എന്തായാലും ഈ തലയോട്ടിയിലേക്കൊന്നും എത്താത്തിടത്ത് തന്നെ ഹെയറിൻ്റെ തുമ്പത്ത് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്രയും നല്ല സാധ്യതയൊന്നും അല്ലല്ലോ, അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ഹെയറിൻ്റെ ടിപ്പിലോട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടോ ഈ ആപ്ലിക്കേഷൻ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മുടി വെച്ചിട്ട് സംഭവം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ചുരുട്ടി മടക്കി സെക്യൂർ ആക്കി വെക്കുക. എൻ്റെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടോ. ഇങ്ങനെയൊന്നല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പണി. അപ്പം നന്നായിട്ടിത് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അങ്ങനെ അത് മൊത്തം നമുക്ക് എവിടേക്കാണ് വേണ്ടത് അവിടെയൊക്കെ തേച്ച് വെച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് 4, 3, 7 മുടിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് വെറുതെ തൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എവിടേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ അത് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിലുള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. അപ്പം എന്താണെന്ന് വെച്ചാൽ, തൽക്കാലത്തേക്ക് ഞാൻ ഹെയർ കളർ ചെയ്യുന്ന തീരുമാനം മാറ്റിയിരിക്കുന്നു. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ സെലക്ട് ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ കാപ്പിച്ചിനോ ബ്രൗൺ ആണ്. പക്ഷേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ കളർ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാം. അപ്പം എങ്ങനെയുണ്ട് സൈഡിലേ തീരുമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കളറ് കാപ്പിച്ചിനോ ബ്രൗൺ ആണ്. നമ്മൾ ഈ ബ്ലോണ്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ കളർ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കളർ കണ്ടപ്പം ആ കളർ ഞാൻ വിട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. നാളെ എനിക്ക് ചിലപ്പോൾ കളർ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കളർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഹെയർ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല നീറ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഭംഗിയായിട്ട് കിട്ടി. സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് കുറച്ച് പട്ടിഷോ റീലെടുക്കലൊക്കെയാണ്. നമ്മൾ ഹെയർ കളർ ചെയ്താലോ ഹെയർ കട്ട് ചെയ്താലോ അങ്ങനെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണല്ലോ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അത് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. എല്ലാവരും പോയോ?
നോക്ക്. ആദ്യക്കുട്ടികൾ കണ്ടാലേ വലിയ ആൾക്കാർ കാണിക്കേ. കടിക്കില്ലാതെ നേരത്തെ എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ട് പോയതാ. നേരത്തെ എന്തോ പറ്റിയിട്ട് പോയതായിരുന്നു. എന്താ ഇബ്രാഹിം ആണോ? ഇബ്രാഹിം, ഹലോ. ഹലോ, ഹായ്. രവീന്ദ്രൻ പീറ്ററാണോ? ഹായ് ഹായ്. അതിന് ആദ്യം ഇവിടെ വന്നിരിക്കും, എന്നിട്ട് പറ. ലൈവിൽ വന്നിട്ടാണ് അടിയുണ്ടെന്ന്.
എന്തോ പറ്റിയ എന്തൊക്കെയോ പിടിച്ച് ഞെക്കി അത് പോയി. നിഹാൽ വന്നില്ല. നിഹാൽ എവിടെ പോയി? നിഹാൽ ഹലോ 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 ഹലോ. നേരെ ഇരിക്കടാ. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച മുതലേറാ. ഞാനങ്ങനെയല്ല, ഞാൻ സൈഡാ. ഹലോ 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 ഹലോ. എല്ലാരും പോയി. സുനിൽ കുമാർ ഹായ്. സുഖാണോ? സുഖാണ്. ഹായ് സുനിൽ കുമാർ. ഹായ്. എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചേനെ. കണ്ണൂത്തി. ഹലോ ഹലോ ഹായ് ഹലോ. എന്ത് ചെയ്യും നമ്മൾ രമണിച്ച്? ആരും വരാത്ത. നേരത്തെ എല്ലാരും ഉണ്ടായിരുന്നു. പാട്ട് നിർത്ത് മാന്തി ഞാനോ. പാവം പൂച്ച. ഓ പൂച്ച ആയതുകൊണ്ടാണോ? ആ ഓക്കെ ഓക്കെ. ഐഡിയുടെ പേരാ പാവം. പാവം പൂച്ച. പാവം പൂച്ച. പാട്ട് നിർത്തുന്നുണ്ട്.
ടൈറ്റനാണോ? ടൈറ്റൻ ഹായ്. ഹലോ സുഖാണോ? ഈ ഹായ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കൂ. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയട്ടെ. PSC എക്സാം ആണോ നടക്കുന്നത്? ഷെഫീഖ് മുഹമ്മദ് ലവ് മോനു ആയിരിക്കും അല്ലേ? മോനുസ്ദ മൂത്ത മോനൂസ് ഒരു മോനുസ്ദ. എനിക്ക് കാണുന്നതാണ് ഞാൻ കാണിച്ചെടുത്ത് ചോദിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന കണ്ടത് ചോദിക്കും, ഞാൻ കാണിച്ചു തരാം. എല്ലാരും എവിടെ പോയി? ലൈവ് ശോകമാണല്ലോ. ഇന്നേ നമ്മളെ ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗിഫ്റ്റ് എത്തിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ നാളെ രാവിലെ എത്തുമെന്ന് വിചാരിക്കുന്നു. റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. എല്ലാരും പോയോ? ഹലോ താഴെ വീണ് പോയേ. ഹലോ 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 ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയൂ. ഹലോ മാറ്റ്. ഹലോ ഹായും വേണ്ട.
ഇപ്പൊ താഴെ വീഴും. എന്തോ ഇറങ്ങാനുണ്ടോ? കാണുന്നുണ്ട്, അതൊന്നും അറിയില്ല. ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. നേരത്തെ പോലെ എന്തോ പറ്റിയോ? ആർക്കും എന്തോ ഇല്ല. Probability. സുഖാണല്ലോ. എല്ലാരും അടിച്ചു കയറി വാ. എന്തോ പറ്റി, എന്തോ നേരത്തെ പോലെ എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ 25-12 എന്തോ പറ്റിയ മനസ്സിലായി. എന്തോ പറ്റിയിരുന്നു കേട്ടോ.
കമന്റ് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ എന്തോ കുഴപ്പമുണ്ട്. അത് ഞാൻ നോക്കുന്ന കമന്റ് സ്റ്റക്കായി കിടക്കുകയായിരുന്നു. റിയാസ് കമന്റ് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ടടാ. ഹുസൈൻ അങ്ങ് ട്രിവാൻഡ്രം ചേച്ചിക്കുട്ടി. ഹായ് ഹുസൈൻ. ഹരീഷ് സി കെ ഹലോ ഹലോ ഹരീഷ്. ടൈറ്റനാണോ? കമന്റ് നോക്കാൻ പറ്റുന്നില്ലെന്ന്. കമന്റ് സ്റ്റക്കായി കിടക്കരുത്. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നേരത്തെ ഞാൻ രണ്ടാമത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വന്നതാണ്. ഇപ്പൊ വീണ്ടും അങ്ങനെ. ഇപ്പൊ റെഡിയായി. ടൈറ്റൻ ഹായ്. ആണോ? ഹായ്. ഈ ഹായ് ഹലോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കൂ. എന്തെങ്കിലും ചോദിക്കൂ. ഹായ് ഹായ് ഹരീഷ് ഹായ്. രണ്ടെണ്ണം ഭയങ്കര കുരുത്തക്കേട്. ഹലോ. ഹലോ. ടൈറ്റൻ CR7 ഓർ മെസ്സി? അതൊരു ക്വസ്റ്റ്യൻ ആണ്. മെസ്സി. അതാണ് പ്രശ്നം. ഒരാൾ അവിടുന്ന് CR7 എന്ന് പറയുന്നേട്ടോ. ഇവിടെ എന്താ മെസ്സി. അവിടെ വേറൊരാളുണ്ട് CR7. അപ്പൊ അടിയാവോ? അത് ചോദിക്കില്ലേ. നമുക്ക് CR7 ഉണ്ട് മെസ്സി ഉണ്ട് ഒരേ വീട്ടില്. ഞാൻ ഇറ്റ്സ് മീ ബിനിക്സ് ആണോ? ഇറ്റ്സ് മീ ബിനിക്സ്. ബിനെക്സ് ആണോ? ബിനിക്സ് ആണോ? ബിനെക്സ്. CR7 മെസ്സിയും കൂടെ ഇപ്പോൾ ഇവിടെ അടിയായി. ഞാൻ സമാധാനം പറയേണ്ടി വരും. CR7 fan. 41 ട്രോഫി ഉണ്ട് ടോട്ടല്. നമ്മളത് ചർച്ച ചെയ്യാനല്ല വന്നത്. നമ്മൾ ഗിവ് അവേന്റെ കാര്യം പറയാനാണ്. CR7 fan.
അർഫാനാണോ? അർഫാൻ. എൻ്റെ പേര് റിബ്സാൻ. റുസ്വാൻ. റുസ്വാൻ. എൻ്റെ പേര് റുസ്വാൻ അല്ലേ? ഓക്കെ, ഹായ് റുസ്വാൻ. ഞാനിത് വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി കേട്ടോ. അർഫാനി. ഹായ് ദിബിഷ. റിയാസ്. ഹായ് ദിബിഷ. ആദ്യഘട്ടത പാല് കുടിക്കുന്ന അർഫാൻ. തെറ്റില്ല. റിസ്വാനാണല്ലേ? ഹായ് റിസ്വാൻ. നിഹാല് വന്നില്ലല്ലോ. നിഹാല് പോയോ? അതെന്താ മോൻ കുടിക്കുന്നേന്നോ? അത് കിട്ടുന്നെന്താ കുടിക്കുന്നേ? ബൂസ്റ്റ്. പാലിനകത്ത് ബൂസ്റ്റ് ഇട്ട് കുടിക്കണം. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. അത് പറ. ഞാൻ പറയാം. എന്ത്? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. ഞാൻ പോയി രസമില്ലാന്ന്. ഈഗിൾ. ഈഗിൾ ഹായ്. ഹായ് ഹായ്. നമ്മള് ഗിഫ്റ്റ് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ ഗിവ് അവേയുടെ വിന്നറെ
പ്രഖ്യാപിക്കും കേട്ടോ. അപ്പൊ എല്ലാരും ഗിവ് അവേയിൽ പങ്കെടുക്കണേ. നമ്മളെ ലാസ്റ്റ് വീഡിയോ നമ്മളിട്ട് ലാസ്റ്റ് 2 ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് 2 നോക്കും. അതിലേതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൽ നിന്നാണ് ആളെ സെലക്ട് ചെയ്യുന്നത്. റിയാസ് ഞാൻ പോവാ. രസമല്ലത് ലൈവ് രസമല്ല പോകല്ലെന്ന്. കൂടെ കുറച്ച് എന്നോടാണോ? അയ്യോ എനിക്ക് വേണ്ട. നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് 2 ലോങ് വീഡിയോ ഉണ്ട്. അതിലേതെങ്കിലും ലാസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കമൻറ്റിൽ നടന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഗിവ് അവേ നടത്തണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഗിഫ്റ്റ് കിട്ടിയില്ല, എത്തിയില്ല. അപ്പം കൊറിയർ ഓഫീസിൽ വിളിച്ച് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഡാൻസ് കളിക്കാനാ? ഈശ്വര, അറിയുന്ന പണിയെടുത്താ പോരെ ചോദിക്കും ആൾക്കാർ. താഴെ എന്താ ഗിവ് അവേ? പാട്ട് പാടല്ലെങ്കിൽ ഞാനും ഒരു പാട്ട് പാടാറില്ലേ? അറിയില്ല. ആദ്യകുട്ടൻ വരട്ടെ. ആദ്യകുട്ടൻ വന്നാൽ പാട്ട് പാടും. എന്താണ് ഗിവ് അവേ എന്ന് വെച്ചാൽ, ഗിവ് അവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിവ് അവേ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നത് ഫിഷിംഗ് റോഡായിരുന്നു. ആദ്യകൂട്ടിന് ഫിഷിംഗ് റോഡ് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗിവ് അവേ കൊടുക്കാന്ന്, ഫിഷിംഗ് റോഡ് തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷിംഗ് റോഡാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. നാളെ രാവിലെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് രാത്രി ലൈവിൽ ആളെ സെലക്ട് ചെയ്യാം. നീ പാട് പാട്ട്. എനിക്ക് പാടാൻ അറിയെങ്കിൽ ഞാൻ ഇന്നലെ പാടിയാണ്. ഞാൻ പാട്ട് പാടിയ ലൈവിൽ ആകെ കുറച്ചാളെ ലൈവിലുള്ളവർ ഇറങ്ങി ഓടും. ആദ്യക്കൊന്ന് കൊണ്ട് പാട്ട് പാടിക്കാം. ഡാൻസ് കളിക്കാനൊന്നും പറയല്ലേ ഈശ്വര.
എല്ലാം കൂടി ഇറങ്ങി പോകുന്നുണ്ട്. ബ്ലൂ ഐഡൽ. ഹായ് ഹായ്. ഇംഗ്ലീഷോ സ്പാനിഷോ മലയാളം തന്നെ മര്യാദയ്ക്ക് എനിക്കറിയില്ല. റിയാസ് പാടുപെണ്ണ ജാട കാണിക്കാതെ. എനിക്കോ ജാടയോ? ദൈവം പൊറുക്കൂലട്ടോ വേണ്ടാത്തവരെന്ന് പറഞ്ഞാൽ. ബ്ലൂ ഐഡൽ ഐ എം ന്യൂ. ഹായ്. നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പുതിയ ആള് വന്നിട്ടുണ്ട് ലൈവില്. നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് നമ്മൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. എനിക്ക് മനസ്സിലായില്ല. ഹലോ ഹലോ. വിച്ച് ലാംഗ്വേജ് ഡു യു സ്പീക്ക്? അയ്യോ എൻ്റെ ദൈവമേ, മലയാളം. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. ഇതൊക്കെ നീ പറയോ? മലയാളം മാത്രമേ. ഹിന്ദി അറിയാം. തമിഴ് കുഴപ്പമില്ല, തമിഴ് ഒപ്പിക്കാം. മലയാളം തമിഴ് നമുക്ക് ഒപ്പിക്കാം. ഇംഗ്ലീഷു ഹിന്ദിയോ നോക്കാം. ബ്ലൂ തരണേന്നോ? ബ്ലൂ എന്താണ്? റോഡാ? ഫിഷിംഗ് റോഡ് ബ്ലൂ തരണേന്നാണോ?